ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്ന 5 ഹെയർ കെയർ മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ്. അതെന്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് ഉള്ളതാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കണം. എന്റെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവാണ്ടിരിക്കത്തില്ല. ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓവർനൈറ്റ് തലയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് ഉറങ്ങുന്നത്. ആ ഒരു ശീലമുള്ള ഒരാളായിരുന്നു ഞാൻ. എവിടെയോ കേട്ടെന്നാണ് ഈ സംഭവം. അപ്പോഴത്തേക്ക് അതുപോലെ തന്നെ തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കുമായിരുന്നു. ഇങ്ങനെ രാത്രിയിൽ എണ്ണ ഇങ്ങനെ തലയിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേർട്ടും ഡസ്റ്റും എല്ലാം നമ്മുടെ തലയിൽ തന്നെ സ്റ്റിക്ക് ചെയ്യും. അതുമൂലം നമുക്ക് ഹെയർ ഫോൾ കൂടുകയും ഡാൻഡ്രഫിന്റെ ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് മാക്സിമം 30 മിനിറ്റ് തൊട്ട് 1 അവർ വരെ നമ്മൾ തലയിൽ എണ്ണ വയ്ക്കാവോ, അത് കുളിക്കുന്നതിന് മുമ്പ്. രണ്ടാമത്തെ മിസ്റ്റേക്ക് വന്നിട്ട് നമ്മൾ ചൂടുവെള്ളം തലയിൽ യൂസ് ചെയ്ത് തല കഴുകുന്നത്. അത് ഏറ്റവും പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ഇമാതിരി പൊട്ടത്തരം വേറൊന്നുമില്ല. ആ മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടില്ല. അതിങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് കേട്ടിട്ട് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതാണ്. അങ്ങനെ ചെയ്യാനേ പാടില്ല. നോർമൽ വാട്ടർ ഉപയോഗിച്ച് മാത്രമേ നമ്മൾ തല കഴുകാവൂ. ചൂടുവെള്ളം തലയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി ഡാമേജ് ആവാനും ഹെയർ ഫ്രിസി ആവാനും പിന്നെ ഹെയർ ഫോൾ ഉണ്ടാവാനും നല്ല ചാൻസ് ആണ്. ഹെയർ വാഷ് ചെയ്യുന്നവരുടെ കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഡെയിലി പലരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യാണ്ട് അവോയ്ഡ് ചെയ്യുന്നവരുണ്ടാവാം. എന്ത് ചെയ്താലും അവർക്ക് കിട്ടുന്നത് പോലെ ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്. അവർക്ക് ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് അവർക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ഈവൻ ഞാനായാൽ പോലും എനിക്ക് നല്ലത് വന്നത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് കണ്ടാൽ മാത്രം നമ്മളത് ഫോളോ അപ്പ് ചെയ്യാം. അപ്പൊ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ ഹെയർ വാഷ് ചെയ്യുന്ന കാര്യം. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് ദോഷമാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാണ്ടിരുന്ന ഒരാളാണ്. ചെയ്യാണ്ടിരുന്നപ്പോൾ ഉള്ള ഹെയർ ഫോൾ എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. എന്റെ ഒരു ഡ്രൈ ടൈപ്പ് ഹെയർ ആണ്. തലയൊക്കെ നന്നായിട്ട് വിയർക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ അങ്ങനെ വരുന്ന ടൈപ്പ് ഹെയർ ഉള്ളവര് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് കൊണ്ട് ഹെയർ ഫോൾ കൂടിയിട്ടോ അങ്ങനെ ഒന്നുമില്ല. ഹെയർ വാഷ് ചെയ്യാണ്ടിരുന്നപ്പോഴായിരുന്നു എനിക്ക് ഹെയർ ഫോൾ കൂടുതൽ. മിസ്റ്റേക്ക് നമ്പർ 3, മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ തലയിൽ ഷാമ്പു യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അത് നമ്മുടെ ഹെയറിന് ഗുണം ഒരിക്കലും ഉണ്ടാക്കത്തില്ല, ദോഷം മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഡെയിലി ഷാമ്പു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ റഫ് ആവുകയും നമ്മുടെ ഹെയറിന്റെ ലൈഫ് തന്നെ ഇല്ലാണ്ടാവുകയും ചെയ്യും. മിസ്റ്റേക്ക് നമ്പർ 4 വന്നിട്ട് നമ്മൾ സ്കാൽപ്പ് നന്നായിട്ട് കെയർ ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മൾ എൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് സ്കിപ്പ് ചെയ്യുന്നവരായിരിക്കും പലരും. എൻഡിലോട്ട് കെയർ ചെയ്യത്തില്ല. നമ്മളിപ്പോ ഓയിൽ അപ്ലൈ ചെയ്യുന്നവരായിക്കോട്ടെ, സിറം സെറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, എന്ത് യൂസ് ചെയ്താലും നമ്മുടെ ഹെയർ ലെങ്ത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. 5ാമത്തെ മിസ്റ്റേക്ക് വന്നിട്ട് നമ്മൾ ടൈറ്റ് ആയിട്ട് ഹെയർ കെട്ടിവെക്കുന്നത്. എപ്പോഴും നമ്മൾ ലൂസ് ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണം. ഇങ്ങനെ രാത്രി തന്നെ നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഹെയർ കെട്ടി വെക്കുന്ന പ്രവണത പലരിലും കാണുന്നുണ്ട്. അത് മാറ്റിയിട്ട് നന്നായിട്ട് മെടഞ്ഞിട്ട് കിടക്കുകയോ ലൂസായിട്ട് മെടഞ്ഞിട്ട് കിടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഈ 5 ടിപ്പ് കൊണ്ട് നമുക്കൊരു 50% മാത്രമേ നമ്മുടെ ഹെയറിനെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റൂ. പിന്നെ നമുക്ക് ഇൻടേക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സ്ട്രെസ് ഇല്ലാണ്ടിരിക്കണം. സ്ട്രെസ് റിലീഫ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഹെയർ ഫോളിന്റെ കാര്യത്തിൽ 100% ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. കുടിക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിലായാലും നന്നായിട്ട് വെള്ളം കുടിക്കണം, പ്രോട്ടീൻസ് ഇൻടേക്ക് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഹെയർ കെയർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. എന്തെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ഇഷ്ടപ്പെടായിക വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ബോധിപ്പിച്ചോളാം. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യുക. സ്കിൻ കെയർ മിസ്റ്റേക്കിന്റെ വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. ബൈ.